ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും തന്ത്രപ്രധാനവുമായ സമുദ്രപാതയായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും കലുഷിതമായിരിക്കുകയാണ്. UAE ദേശീയ എണ്ണക്കമ്പനിയായ അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയുമായി ബന്ധമുള്ള 2 ചരക്ക് കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായ ആക്രമണം പശ്ചിമേഷ്യൻ മേഖലയെ ആശങ്കയുടെ മുനമ്പിലെത്തിച്ചിരിക്കുന്നു. സംഭവത്തിൽ ആളപായമോ ജീവനക്കാർക്ക് പരിക്കോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നതും കപ്പലിലെ സ്ഥിതിഗതികൾ ഉടനടി നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചതും അഡ്നോക് അധികൃതരും UAE ഔദ്യോഗിക വാർത്താ ഏജൻസിയായ വാമും വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അന്താരാഷ്ട്ര സമുദ്രപാതയിലൂടെ നിയമാനുസൃതമായി സഞ്ചരിക്കുകയായിരുന്ന വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ഈ നീക്കത്തെ ശക്തമായ ഭാഷയിലാണ് UAE വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നടത്തുന്ന ഇത്തരം ചട്ടലംഘനങ്ങൾ തികഞ്ഞ കടൽക്കൊള്ളയ്ക്ക് തുല്യമാണെന്നും അത് പ്രാദേശിക സുരക്ഷയ്ക്കും സമാധാനത്തിനും വൻ ഭീഷണിയാണെന്നും UAE തുറന്നടിച്ചു. ഈ ആക്രമണം ഒരൊറ്റപ്പെട്ട സംഭവമല്ല എന്നതും വിഷയത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. ഇതിനേതാനും ദിവസങ്ങൾക്ക് മുൻപും അഡ്നോക്കിന്റെ എണ്ണക്കപ്പലിന് നേരെ സമാനമായ രീതിയിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് മിസൈൽ ആക്രമണമുണ്ടായതായി UAE ആരോപിക്കുന്നു. ഈ വർഷം ഫെബ്രുവരിയിൽ പശ്ചിമേഷ്യയിൽ US ഇസ്രായേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള പരോക്ഷവും നേരിട്ടുള്ളതുമായ സംഘർഷം രൂക്ഷമായതിനു ശേഷം ഇതുവരെ അഡ്നോക്കിന്റെ 15ഓളം കപ്പലുകളാണ് ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് ഇരയായിട്ടുള്ളത്. ഈ ആക്രമണങ്ങളിൽ ഒരു ജീവനക്കാരൻ കൊല്ലപ്പെടുകയും 20ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. തികച്ചും പ്രകോപനരഹിതമായി തങ്ങളുടെ ജീവനക്കാർക്കും കപ്പലുകൾക്കും നേരെ നടക്കുന്ന ഇത്തരം ആക്രമണങ്ങൾ എണ്ണ ഉൽപ്പാദനത്തെയും വിതരണത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന് അഡ്നോക് വ്യക്തമാക്കിയിട്ടുണ്ട്. കടുത്ത വെല്ലുവിളികൾ നിറഞ്ഞ അന്തരീക്ഷത്തിലും ലോകമെമ്പാടുമുള്ള തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് മുടക്കമില്ലാതെ ഊർജ്ജമെത്തിക്കാൻ കമ്പനി ശ്രമിക്കുന്നുണ്ടെങ്കിലും സമുദ്ര സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുന്നത് ചരക്ക് നീക്കത്തിന്റെ സുരക്ഷിതത്വത്തെ ഗുരുതരമായി ചോദ്യം ചെയ്യുന്നു. ഇറാന്റെ നടപടികൾ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ പാസാക്കിയ പ്രമേയങ്ങളുടെ പരസ്യമായ ലംഘനമാണെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം എടുത്തു പറഞ്ഞു. അന്താരാഷ്ട്ര സമുദ്രപാതകളിലെ സഞ്ചാര സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനും വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നിരോധിക്കുന്നതിനുമായി UN രക്ഷാസമിതി പാസാക്കിയ 2817 നമ്പർ പ്രമേയത്തെ കാറ്റിൽ പറത്തുന്നതാണ് ഇറാന്റെ നീക്കങ്ങൾ. ഹോർമൂസ് കടലിടുക്കിനെ സ്വന്തം രാഷ്ട്രീയ സാമ്പത്തിക അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ഒരു ഉപാധിയായി ഉപയോഗിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. മേഖലയിലെ മറ്റു രാജ്യങ്ങളെയും അന്താരാഷ്ട്ര സമൂഹത്തെയും സാമ്പത്തികമായി ഞെരുക്കാനും ബ്ലാക്ക്മെയിൽ ചെയ്യാനുമുള്ള നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമ സംവിധാനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇറാന്റെ ഭാഗത്തുനിന്ന് ഈ പുതിയ ആരോപണങ്ങൾക്ക് ഔദ്യോഗികമായി മറുപടി നൽകിയിട്ടില്ലെങ്കിലും മേഖലയിൽ ഉണ്ടാകുന്ന ഇത്തരം അസ്ഥിരതകൾ ആഗോള വിപണിയെ വൻതോതിൽ ബാധിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ ഇടനാഴികളിലൊന്നാണ് ഒമാനും ഇറാനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഹോർമൂസ് കടലിടുക്ക്. ലോകത്തിൽ ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിലിന്റെയും ദ്രവീകൃത പ്രകൃതി വാതകത്തിന്റെയും ഏകദേശം 20% കടന്നു പോകുന്നത് ഇടുങ്ങിയ ഈ സമുദ്രപാതയിലൂടെയാണ്. അതിനാൽ തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു തടസ്സവും ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ വലിയ തരംഗങ്ങൾ സൃഷ്ടിക്കും. പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിക്കുന്നതിന് മുമ്പ് പ്രതിദിനം 115ലധികം ചരക്ക് കപ്പലുകൾ കടന്നുപോയിരുന്ന പാതയിൽ നിലവിലെ ഭീഷണി കാരണം കപ്പൽ ഗതാഗതം വൻതോതിൽ കുറഞ്ഞിരിക്കുകയാണ്. കപ്പലുകളുടെ ഇൻഷുറൻസ് നിരക്കുകളും ചരക്ക് കൂലിയും കുതിച്ചുയർന്നത് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വർദ്ധിക്കാനും വിവിധ ഏഷ്യൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ പണപ്പെരുപ്പം രൂക്ഷമാകാനും കാരണമായിട്ടുണ്ട്. കടലിടുക്ക് അടച്ചിടാനോ ഗതാഗതം തടസ്സപ്പെടുത്താനോ ഉള്ള നീക്കം ആഗോള ഊർജ്ജ സുരക്ഷയ്ക്ക് നേരിട്ടുള്ള വലിയൊരു പ്രഹരമാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിൽ നിന്ന് പ്രത്യേക ഫീസ് ഈടാക്കണമെന്നും പാതയിലൂടെയുള്ള യാത്രകൾക്ക് തങ്ങളുടെ അനുമതിയും നിർദ്ദേശങ്ങളും നിർബന്ധമാണെന്നുമുള്ള നിലപാടിലാണ് ഇറാൻ. തങ്ങളുടെ എതിരാളികളായ രാജ്യങ്ങളുമായി ബന്ധമുള്ളതോ ഇറാന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതോ ആയ കപ്പലുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് IRGC നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങൾക്ക് വിരുദ്ധമായി ഈ തന്ത്രപ്രധാന പാതയുടെ നിയന്ത്രണം ഏകപക്ഷീയമായി ഏറ്റെടുക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങളെ അമേരിക്കയും സഖ്യകക്ഷികളും ശക്തമായി എതിർക്കുന്നു. നിലവിൽ സമുദ്രപാതയുടെ ഭാവി നിയന്ത്രണം സംബന്ധിച്ച് ഒമാനുമായി ഇറാൻ ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിലും തങ്ങളുടെ കർശന ഉപാധികൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ മറ്റ് ഗൾഫ് രാജ്യങ്ങളെയും അന്താരാഷ്ട്ര സമൂഹത്തെയും ഒരുപോലെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം തെക്കൻ സൗദി അറേബ്യയിലെ ജിസാനിലുള്ള സൗദി ആരാംകോ റിഫൈനറിക്ക് നേരെ വ്യാഴാഴ്ച ഡ്രോൺ ആക്രമണം നടത്തിയതായി യമനിലെ ഹൂതി വിമതർ അവകാശപ്പെടുന്നു. 2 ഡ്രോണുകൾ ഉപയോഗിച്ചാണ് റിഫൈനറി ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതെന്ന് ഹൂതി സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് സബ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. യമൻ വ്യോമാതിർത്തി ലംഘിച്ചതിനുള്ള മറുപടിയായാണ് ഈ ആക്രമണം എന്നാണ് ഹൂതികളുടെ പക്ഷം. സൗദി അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന തന്ത്രപ്രധാനമായ എണ്ണ ശുദ്ധീകരണശാലയാണ് ജിസാനിലെ ആരാംകോ റിഫൈനറി. പ്രതിദിനം 4 ലക്ഷം ബാരലിലധികം എണ്ണ സംസ്കരിക്കാൻ ശേഷിയുള്ള ഈ കേന്ദ്രത്തിന് നേരെ മുൻപും ഹൂതികൾ സമാനമായ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. സാദ, ഹജ്ജ എന്നീ യമനി പ്രവിശ്യകളിൽ സൗദി നടത്തുന്ന ഡ്രോൺ നിരീക്ഷണങ്ങൾക്കും വ്യോമാക്രമണങ്ങൾക്കും മറുപടിയായാണ് ഈ ആക്രമണമെന്ന് ഹൂതി ഔദ്യോഗിക വക്താവ് യാഹ്യ സാരി വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ പിരിമുറുക്കം ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണ്.
ആഗോള ഊർജ്ജ വിതരണ ശൃംഖലയുടെ നട്ടെല്ലായ ഹോർമൂസ് കടലിടുക്കിലുണ്ടാകുന്ന സമാധാന ലംഘനങ്ങൾ ഇന്ത്യ അടക്കമുള്ള വൻകിട എണ്ണ ഇറക്കുമതി രാജ്യങ്ങളെ പ്രതികൂലമായി ബാധിക്കും. ചരക്ക് കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തടയുന്നതിലും സമുദ്ര സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനും ഐക്യരാഷ്ട്രസഭയുടെയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും അടിയന്തര ഇടപെടൽ അത്യാവശ്യമാണ്. ആക്രമണങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിച്ച് കടലിടുക്ക് ഉപാധികളില്ലാതെ തുറന്നു കൊടുക്കണമെന്ന് UAE ആവശ്യപ്പെടുമ്പോൾ ശക്തമായ നയതന്ത്ര ചർച്ചകളിലൂടെ മാത്രമേ ഈ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കൂ. സൈനിക ബലപ്രയോഗങ്ങളും ആക്രമണങ്ങളും തുടർന്നാൽ അത് വൻ പ്രാദേശിക യുദ്ധമായി പടരുകയും ആഗോള സാമ്പത്തിക ഘടനയെ തന്നെ തകർക്കുകയും ചെയ്യുമെന്ന മുന്നറിയിപ്പാണ് നിലവിലെ സംഭവ വികാസങ്ങൾ നൽകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.